ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെഡിക്കൽ സ്റ്റഡി വിത്ത് മീ അനു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഫാർമക്കോളജിയിൽ എപ്പോഴും എസ്സേ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. തമിഴിൽ കണ്ട് കാണും ഏതാണ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസർ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സമയങ്ങളുണ്ട്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രഗ്സ് യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസർ. പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത് എന്താ? സ്റ്റൊമക്കിൽ വരുന്ന അൾസർ അല്ലേ. സോ ഡ്രഗ്സ് സബ് ക്ലാസ്സസ് ഓർത്ത് വെക്കാനായിട്ട് പെപ്റ്റിക് എന്ന് പറയുമ്പോൾ സ്റ്റൊമക്കിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പെപ്റ്റിക് അൾസർ എന്തുകൊണ്ട് ഉണ്ടാവുന്നത്? HCl സെക്രീഷൻ കാരണം. സോ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യാം. ദെൻ റാപ്പിഡ് ആക്ഷനായിട്ട് എന്ത് ചെയ്യാം? ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസർ. ഷോർട്ട് ടേം ആക്ഷൻ ആയിരിക്കും, പക്ഷേ റാപ്പിഡായിട്ട് അൻറ്റാസിഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിലീഫ് കിട്ടും. കൂടാതെ പെപ്റ്റിക് അൾസർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അൾസർ പ്രൊട്ടക്റ്റീവ് ഡ്രഗ്സ് യൂസ് ചെയ്യാം. അതാണ് നെക്സ്റ്റ് സബ് ക്ലാസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സാധാരണ പെപ്റ്റിക് അൾസർ അസോസിയേറ്റഡ് വിത്ത് H. pylori ഇൻഫെക്ഷൻസ് ആയിരിക്കും. സോ ആൻറ്റി H. pylori ഡ്രഗ്സും യൂസ് ചെയ്യാം. സോ സബ് ക്ലാസ്സസ് ഓർത്തൊക്കെ എളുപ്പമായില്ലേ? ഇപ്പം ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസേഴ്സ് ഉണ്ട്, അൾസർ പ്രൊട്ടക്റ്റീവ് ഡ്രഗ്സ് ഉണ്ട്, ദെൻ ആൻറ്റി H. pylori ഡ്രഗ്സും. ഇതിനകത്ത് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റർ, ഗ്യാസ്ട്രിക് ആസിഡ് എന്തുകൊണ്ട് സെക്രീറ്റ് ആവുന്നത്? പാരൈറ്റൽ സെല്ലിൽ നിന്നിട്ട്. അവർക്ക് 4 റിസപ്റ്റേഴ്സ് ഉണ്ട് പാരൈറ്റൽ സെല്ലിൽ. പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, ഹിസ്റ്റമിൻ H2 ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, മസ്കാരിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്, ഗ്യാസ്ട്രിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ റിസപ്റ്റേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് HCl സെക്രീഷൻസ് എൻഹാൻസ് ചെയ്യുന്നത്, സെക്രീഷൻ ഉണ്ടാകുന്നത്. സോ ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് H2 ആൻറ്റി ഹിസ്റ്റമിൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്തല്ലോ. അതുപോലെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഉള്ളത് കൊണ്ടാണ് HCl ഉള്ളിലേക്ക് കിടക്കുന്നത്. HCl വന്നാലേ HCl അല്ല H+ ഉള്ളിലേക്ക് കിടക്കുന്നത്. H വന്നാലേ Cl ജോയിൻ ചെയ്ത് HCl ആയി മാറുന്നുള്ളൂ. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻഹാൻസ് ചെയ്യുന്നുണ്ട് സെക്രീഷൻ. അതുകൂടാതെ മസ്കാരിനിക് റിസപ്റ്റേഴ്സ്, അതാണ് ആൻറ്റി കോളിനർജിക്സ്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. H2 ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സിമെറ്റിഡിൻ, റാനിറ്റിഡിൻ, റോക്സാറ്റിഡിൻ. ദെൻ ആൻറ്റി കോളിനർജിക്സ് എന്ന് പറയുമ്പോൾ പാരൻസെപ്റ്റിൻ, പ്രൊപ്പാന്തലിൻ ആൻഡ് ഓക്സിഫിനോണിയം. ഈ H2 ആൻറ്റി ഹിസ്റ്റമിൻസ് എങ്ങനെ ഓർത്ത് വെക്കും? ടിഡിൻ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ്, അത് വെച്ചിട്ട് ഓർത്ത് വെക്കാം. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ പ്രസോൾസ് ആയിരിക്കും ലാസ്റ്റ്. ഫെമിലിയർ നെയിംസ് ഇതെല്ലാം ഒമിപ്രസോൾ, പാൻറ്റോപ്രസോൾ, റാൻസോപ്രസോൾ, പ്രസോൾ എന്ന് ഓർത്ത് വെക്കുക. അതാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. PP, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. അത് പ്രസോളാണ്, വീണ്ടും PPP എന്ന് ഓർത്ത് വെക്കുക. ദെൻ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗാണ് മിസോപ്രോസ്റ്റോൾ. ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസർ ഓർ Antacids ഏതൊക്കെ? സിസ്റ്റമിക്കും ഉണ്ട്, നോൺ സിസ്റ്റമിക്കും ഉണ്ട്. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ ദേ ആർ അബ്സോർബിൾ, നോൺ സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ ദേ ആർ നോട്ട് അബ്സോർബിൾ. സിസ്റ്റമിക്കിൽ തന്നെ സോഡിയം ബൈകാർബണേറ്റ് ഉണ്ട്, സോഡിയം സിട്രേറ്റ് ഉണ്ട്. നോൺ സിസ്റ്റമിക്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അലൂമിനിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം കാർബണേറ്റും ഒക്കെ ഉണ്ട്. അൾസർ പ്രൊട്ടക്റ്റീവ് ഡ്രഗ്സ് ആണ് സുക്രാൽഫേറ്റ് ആൻഡ് CBS എന്ന് പറയുമ്പോൾ കൊളോയിഡൽ, ബിസ്മത്ത്, സബ്സിട്രേറ്റ്. ദെൻ ആൻറ്റി H. pylori ഡ്രഗ്സ് ഉണ്ട്. ഇത് ആൻറ്റിബയോട്ടിക്സ് എന്നല്ല, ഈ ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് ആയിരിക്കും. ഏതൊക്കെയാണ്? അമോക്സിസിലിൻ, ക്ലാരിത്രോമൈസിൻ, മെട്രോനിഡസോൾ. H. pylori ഒരു ബാക്ടീരിയ ആണല്ലോ. സോ ഇതൊക്കെയാണ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസർ. Now moving on to the introduction. പെപ്റ്റിക് അൾസർ എന്തുകൊണ്ട് ഉണ്ടാവുന്നത്? HCl സെക്രീഷൻ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഇംബാലൻസ് ബിറ്റ്വീൻ ആസിഡ് പെപ്സിൻ സെക്രീഷൻ ആൻഡ് മ്യൂക്കോസൽ ഡിഫെൻസ് മെക്കാനിസം. നോർമലി എത്ര HCl ആണ് ഡെയിലി ഉണ്ടാവുന്നത്? 2.5 liters ഓഫ് HCl ആണ് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആക്ച്വലി സ്റ്റൊമക്കിൽ 2 സെൽസ് ഉള്ളത്, ചീഫ് സെൽസും പറൈറ്റൽ സെൽസും. ചീഫ് സെൽസ് പെപ്സിൻ ഉണ്ടാക്കും ആൻഡ് പറൈറ്റൽ സെൽസ് HCl ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ HClഉം ഇൻട്രിൻസിക് ഫാക്ടേഴ്സൊക്കെ pH മെയിൻറ്റെയിൻ ചെയ്യും, ലോവർ pH മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ലോവർ pH മെയിൻറ്റെയിൻ ചെയ്താലേ പെപ്സിൻ ആക്ടിവേറ്റ് ആവുള്ളൂ. പെപ്സിനോജനായി കൺവേർട്ട് ആയിട്ട് പെപ്സിൻ ആക്റ്റീവ് ആകത്തുള്ളൂ. ദെൻ പറൈറ്റൽ സെൽസിൽ 4 റിസപ്റ്റേഴ്സ് ആണുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറൈറ്റൽ സെൽസിൽ 4 റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇനിയും ഇതിനകത്ത് എൻ്റെ ആക്ഷനും കൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസപ്റ്റേഴ്സ്. ഏത് പ്രോസ്റ്റാഗ്ലാൻഡിനാണ്? PGE2 ആൻഡ് PGI2 ആണ് ബൈൻഡ് ചെയ്യേണ്ടത്. ആൻഡ് ഇങ്ങനെ ഇത് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാസോ ഡൈലേഷൻ സംഭവിക്കും ആൻഡ് ഡിക്രീസസ് ദി ആസിഡ് സെക്രീഷൻ. വാസോ ഡൈലേഷൻ, അതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ മാത്രമാണ് അനലോഗ് പറഞ്ഞത്. ബാക്കി ആൻറ്റി ഹിസ്റ്റമിൻസ്, ആൻറ്റി കോളിനർജിക്സ്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ മാത്രമാണ് അനലോഗ്സ് എന്ന് പറഞ്ഞത്. ബിക്കോസ് പ്രോസ്റ്റാഗ്ലാൻഡിൻ PGE2 ആൻഡ് PGI2 എന്താണ്? വാസോ ഡൈലേറ്റർ ആൻഡ് ഡിക്രീസിങ് ദി ആസിഡ് സെക്രീഷൻ ആണ് നടത്തുന്നത്. ഹിസ്റ്റമിൻസ് ആണെങ്കിൽ ഹിസ്റ്റമിൻ റിസപ്റ്ററിൽ പോയി ഹിസ്റ്റമിൻ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹിസ്റ്റമിൻ എവിടെ നിന്നാണ് ബൈൻഡ് ചെയ്യുന്നത്? എൻഡ്രോക്രൊമാഫിൻ സെല്ലിൽ നിന്നിട്ടായിരിക്കും. ECL സെൽ ഓർ എൻഡ്രോക്രൊമാഫിൻ സെല്ലിൽ നിന്നിട്ടാണ് ഹിസ്റ്റമിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ പോയി ബൈൻഡ് ചെയ്യുന്നത്. ഇവർ ആസിഡ് സെക്രീഷൻ എൻഹാൻസ് ചെയ്യുന്നത്. ദെൻ മസ്കാരിനിക് റിസപ്റ്റർ, അസറ്റൈൽ കൊളീൻ പോലത്തെ മസ്കാരിനിക് റിസപ്റ്റർ എന്താ ചെയ്യുന്നത്? അവരും ഇതേപോലെ
ആസിഡ് HCl സെക്രീഷൻ കൂട്ടാണ് ചെയ്യുന്നത്. ജി സെൽ റിസപ്റ്ററിൽ ഗ്യാസ്ട്രിൻ ആണ് പോയി ബൈൻഡ് ചെയ്യുന്നത്. ദെൻ ഈ ചീഫ് സെൽസും പറൈറ്റൽ സെൽസും, ഈ ചീഫ് സെൽസ് പെപ്സിൻ ഉണ്ടാക്കുന്നു, പറൈറ്റൽ സെൽസ് HCl ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ടാക്കുന്നു. ഈ HCl ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിൻ, വേഗസ് എന്ന് പറഞ്ഞാൽ അസിറ്റൈൽ കൊളിൻ, മസ്കാരനിക് ആയിട്ടുള്ള അസിറ്റൈൽ കൊളിൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ റിലീസ് ഓഫ് ഹിസ്റ്റമിൻ, അസിറ്റൈൽ കൊളിൻ ആൻഡ് ഗ്യാസ്ട്രിൻ ആണ് ഈ HCl പ്രൊഡക്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. ഗ്യാസ്ട്രിൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിൻ ആണ് ഈ H+ പ്രോട്ടോൺ പമ്പ് വഴി ഈ H+ൻ്റെ എൻട്രി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആൻഡ് HCl പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഫാക്ടർ പ്രൊട്ടക്റ്റിംഗ് മ്യൂക്കോസയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡക്ഷൻ. നമ്മുടെ സ്റ്റൊമക്കിൽ തന്നെ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സ്റ്റൊമക്ക് ചുറ്റിനും മ്യൂക്കസ് കവേർഡ് ആണ് ടു പ്രിവെൻറ്റ് ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ഈ സ്റ്റൊമക്കിൽ നിന്നിട്ട് HCl ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മ്യൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബൈകാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് pH മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഓൾസോ പ്രൊഡ്യൂസ്ഡ്. ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ പറൈറ്റൽ സെല്ലാണെന്നുണ്ടെങ്കിൽ പറൈറ്റൽ സെല്ലിൽ മസ്കാരനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്, ഗ്യാസ്ട്രിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, H2 ആൻറ്റി ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. കൂടാതെ ഇതാണ് പ്രോട്ടോൺ പമ്പ് H+K+ ATPase. ATPയുടെ യൂസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഈ പറൈറ്റൽ സെല്ലിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ജോയിൻ ചെയ്ത് H2CO3 ഉണ്ടാകുന്നു. ആൻഡ് കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡിൽ ബൈകാർബണേറ്റും H+യുടെ റിലീസ് ആവുന്നുണ്ട്. ബൈകാർബണേറ്റ് എങ്ങനെയാണ് പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്? ഫാക്ടർ പ്രൊട്ടക്റ്റീവ് മ്യൂക്കോസയിൽ ബൈകാർബണേറ്റ് എങ്ങനെ ആക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് നേരെ അൻറ്റാസിഡ്സിലേക്ക് കിടക്കാം. അൻറ്റാസിഡ്സിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്. അൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻ എന്താ ചെയ്യുന്നത്? ന്യൂട്രലൈസസ് ദി ഗ്യാസ്ട്രിക് ആസിഡ് ആൻഡ് ഇൻക്രീസസ് ദി pH. ഇതാണ് മെയിൻ ആക്ഷൻ ഓഫ് അൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ ന്യൂട്രലൈസസ് ദി ഗ്യാസ്ട്രിക് ആസിഡ് ആൻഡ് ഇൻക്രീസസ് ദി pH. ഈ pH ഇൻക്രീസ് ചെയ്ത് എന്ത് പറ്റും? പെപ്റ്റിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാം. വെൻ ദി pH ഈസ് ബിലോ 4, പെപ്സിന് വേണ്ട pH എത്ര? 1.2 ഒക്കെയാണ്. അപ്പം ഈ എബോവ് 5 ഒക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പെപ്സിന് ആക്ടിവേറ്റ് ആകാൻ പറ്റില്ല. എബോവ് 4 or എബോവ് 5. ബിലോ 4 ആണെങ്കിൽ പെപ്സിന് ആക്ടിവിറ്റി ഇച്ചിരിയെങ്കിലും കാണിക്കുള്ളൂ. ദെൻ ന്യൂട്രലൈസസ് ദി ഗ്യാസ്ട്രിക് ആസിഡ് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊരു റാപ്പിഡ് റിലീഫ് ആയിരിക്കും തരുന്നത്. റാപ്പിഡ് റിലീഫ് തരുന്നത് കൊണ്ട് തന്നെ വേഗം ഇതിൻ്റെ ഇഫക്റ്റ് തീരുന്നതുകൊണ്ട് എന്ത് പറ്റും? റീബൗണ്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കും. റീബൗണ്ട് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ pH ഇപ്പം 5ലേക്കൊക്കെ എത്തി, pH കൂടി 5 ആയി. ആ pH വീണ്ടും കുറഞ്ഞ് ഗ്യാസ്ട്രിക് ആസിഡ് ഇപ്പം pH 5 ആകുമ്പോഴത്തേക്കും ഗ്യാസ്ട്രിൻ കൂടുതൽ റിലീസ് ചെയ്യും. കൂടുതൽ ഗ്യാസ്ട്രിൻ ലെവൽ കൂടിയിട്ട് കൂടുതൽ HCl പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഗ്യാസിഡ് ലെവൽ റീബൗണ്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്. HCl സെക്രീഷൻ വീണ്ടും കൂടുക ചെയ്യുന്നത്. ഒരു ഷോർട്ട് റിലീഫേ തരുന്നുള്ളൂ, റാപ്പിഡ് റിലീഫ് മാത്രമേ തരുന്നുള്ളൂ. സോഡിയം ബൈകാർബണേറ്റ് ആണ് എൻ്റെ എക്സാമ്പിൾ. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ ദേ ആർ റാപ്പിഡ്, ഷോർട്ട് ആക്ടിങ്, ദേ റിലീസസ് കാർബൺ ഡൈ ഓക്സൈഡ്. നേരത്തെ പറഞ്ഞിരുന്നു ഡയഗ്രത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാട്ടറോട് ജോയിൻ ചെയ്ത് ബൈകാർബണേറ്റ് ഫോം ചെയ്യും, കാർബോണിക് ആസിഡ് ഫോം ചെയ്യും, അത് ബൈകാർബണേറ്റ് H+ആയിട്ട് മാറും. അങ്ങനെയാണ് പ്രൊട്ടക്ഷൻ എന്നുള്ള കാര്യം പറയുന്നത്. അതുപോലെ ഇതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ഷോർട്ട് ആക്ടിങ് ആണ്. ആൻഡ് ഇവിടെ ബാക്കി പ്രൊഡ്യൂസ് ചെയ്യുന്ന സോൾട്ട് ആർ അബ്സോർബ്ഡ് ഫ്രം ദി ഇൻഡസ്റ്റൈൻ ആൻഡ് കോസസ് സിസ്റ്റമിക് ആൽക്കലോസിസ് ഉണ്ടാക്കും. ആൻഡ് റീബൗണ്ട് ഹൈപ്പർ അസിഡിറ്റി. സിസ്റ്റമിക് ആൽക്കലോസിസും റീബൗണ്ട്, ഈ സോൾട്ട് ആൽക്കലി ആണല്ലോ, ഇൻഡസ്റ്റൈനിലായിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. സോ സിസ്റ്റമിക് ആൽക്കലോസിസും റീബൗണ്ട് ആയിട്ടുള്ള ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കും. ബിക്കോസ് ഗ്യാസ്ട്രിൻ്റെ ലെവൽ കൂടും. pH 4ലേക്ക് എത്തും, 4 or 5 ഒക്കെ എത്തുമ്പോഴത്തേക്ക് pH വീണ്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ്ട്രിൻ ലെവൽ കൂട്ടും. അങ്ങനെ റീബൗണ്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവും. ഹയർ ഡോസിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് കോസസ് മിൽക്ക് ആൽക്കലി സിൻഡ്രോം. വാട്ട് ഈസ് മിൽക്ക് ആൽക്കലി സിൻഡ്രോം? വെൻ ഗിവൺ വിത്ത് കാൽഷ്യം റിച്ച് ഡയറ്ററി പ്രൊഡക്ട്സിലൂടെ ഈ സോഡിയം ബൈകാർബണേറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ബൈകാർബണേറ്റ്സിൻ്റെ കൂടെ. ഈ കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യാമല്ലോ, അങ്ങനെ ഹൈപ്പർ കാൽസീമിയ ഉണ്ടാവാം, മെറ്റബോളിക് ആൽക്കലോസിസ് സംഭവിക്കാം, അല്ലെങ്കിൽ റീനൽ ഡിസ്ഫങ്ഷൻസ് ഒക്കെ സംഭവിക്കാം. കൂടുതൽ സോൾട്ട് അക്യുമുലേറ്റ് ആവും. സോ ഇതൊക്കെ ഉണ്ടാവും. ദേ ക്യാരക്ടറൈസ്ഡ് ബൈ ഈ മിൽക്ക് ആൽക്കലി സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പർ കാൽസീമിയ, മെറ്റബോളിക് ആൽക്കലോസിസ് ആൻഡ് റീനൽ ഡിസ്ഫങ്ഷൻ. ആൻഡ് ഇവിടെ പറഞ്ഞിരുന്നത് ദേ ആർ അബ്സോർബ്ഡ് ഫ്രം ദി ഇൻഡസ്റ്റൈൻ. ഈ സോഡിയം ഒക്കെ ഈ ഇൻഡസ്റ്റൈനിലൂടെ കൂടുതൽ അബ്സോർബ് ആകുമ്പോഴത്തേക്കും സീരിയസ് പേഷ്യൻസിൽ ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം കൂടുതൽ സോഡിയം അബ്സോർബ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഹാർട്ട് ഡിസീസ് കുറച്ചുകൂടി സിവിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് കൊടുക്കാൻ പറ്റില്ല. ദെൻ ഈ സോഡിയം ബൈകാർബണേറ്റിൻ്റെ യൂസ് ആണ്, ദേ ആർ ഷോർട്ട് ആക്ടിങ് ആണ്. ദേ ആർ ട്രീറ്റ്മെൻറ്റ് ഫോർ ദി പോയ്സണിങ് വിത്ത് ആസിഡിക് ഡ്രഗ്. ദെൻ മെറ്റബോളിക് ആസിഡോസിസിന് ട്രീറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പം
ദേ ആർ സ്ലോ ആക്ടിങ് ആണ്. ദേ ഫോം എ പ്രൊട്ടക്റ്റീവ് കോട്ട് ഓവർ അൾസർ. സ്റ്റൊമക്കിലുള്ള അൾസറിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട് ഇത് ഫോം ചെയ്യും. ദേ ആർ സ്ലോ ആക്ടിങ് ബട്ട് ദേ ആർ നോട്ട് അബ്സോർബ്. ഇവരുടെ സോൾട്ട് അബ്സോർബ് ആവുന്നില്ല. ദസ് റിലാക്സ് സ്മൂത്ത് മസിൽ. അബ്സോർബ് ആവാത്തതുകൊണ്ട് തന്നെ they relaxes the smooth muscle and delay the gastric emptying and result in constipation. Gastric emptying delay ചെയ്തിട്ട് കോൺസ്റ്റിപ്പേഷനിലേക്ക് എത്തിക്കും. ആൻഡ് ഓൾസോ ഇവർ ബൈൻഡ് ചെയ്യും, ഫോസ്ഫേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. അലൂമിനിയം ഹൈഡ്രോക്സൈഡൊക്കെ ഫോസ്ഫേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് പറ്റും, ബ്ലഡിലുള്ള ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറയും. ബിക്കോസ് ഫോസ്ഫേറ്റ് അബ്സോർബ് ആവുന്നില്ല. ദെൻ റിസൾട്ടിങ് ഹൈപ്പോഫോസ്ഫറ്റീമിയ. മഗ്നീഷ്യം സോൾട്ട്. മഗ്നീഷ്യം സോൾട്ട് എന്ന് പറയുമ്പോൾ എന്താ, ദേ ആർ ഓസ്മോട്ടിക് പർഗേറ്റീവ്സ് ആണ്. ഓസ്മോട്ടിക് ഇഫക്റ്റ് ഉണ്ട് ഇവർക്ക്. സോ ഓസ്മോട്ടിക് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മൈൽഡ് ഡയറി, കൂടുതൽ വാട്ടർ എലിമിനേഷൻ സംഭവിക്കും, മൈൽഡ് ഡയറി ഉണ്ടാവും. ആൻഡ് റീബൗണ്ട് ഹൈപ്പർ ആസിഡിറ്റി, പക്ഷേ മൈൽഡായിട്ടേ കാണുള്ളൂ. സോഡിയം ബൈകാർബണേറ്റിൽ നന്നായിട്ടുണ്ടെങ്കിൽ, ഇവിടെ മഗ്നീഷ്യം സോൾട്ടിലൊക്കെ ആണെങ്കിൽ റീബൗണ്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, ഈ ഗ്യാസ്ട്രിൻ ലെവൽ കൂടുമ്പോൾ, പക്ഷേ അത് മൈൽഡ് ആയിരിക്കും. അതുപോലെ മൈൽഡ് ഡയറി ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ പ്രൊലോങ്ഡ് യൂസ്, ഇത് നല്ല ക്യുക്ക് ഡ്രഗാണ്, റാപ്പിഡ് ആക്ടിങ് ഡ്രഗാണ്, ബട്ട് പ്രൊലോങ്ഡ് ആക്ഷനും കൂടെ ഉള്ള ഡ്രഗാണ്. ഈ ഡ്രഗ് കൂടുതലായിട്ട് പ്രൊലോങ്ഡ് യൂസേജ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, മഗ്നീഷ്യം കൂടുതൽ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ആവും. നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ സോൾട്ട് കൂടുതലും നോട്ട് അബ്സോർബിൾ ആണ്, കൂടുതലും നമ്മുടെ ബോഡിയിൽ കാണും. അങ്ങനെ ഹൈപ്പർ മഗ്നീഷ്യമ, ബ്ലഡിൽ കൂടുതൽ മഗ്നീഷ്യം കൂടും. സോ ഹൈപ്പർ മഗ്നീഷ്യമ ഉണ്ടാവും റീനൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാർക്ക്. ദെൻ ഇത് കൂടാതെ മഗ്നീഷ്യത്തിൻ്റെ വേറെ സോൾട്ട്സാണ് മഗാൾഡ്രേറ്റ്. ഇവരെന്ന് പറയുമ്പോൾ ഹൈഡ്രേറ്റ് കോംപ്ലക്സ് ഓഫ് ഹൈഡ്രോക്സി മഗ്നീഷ്യം അലൂമിനേറ്റിൻ്റെ ഹൈഡ്രേറ്റ് കോംപ്ലക്സ് ആണ് മഗാൾഡ്രേറ്റ്. ഇത് കൂടാതെ മിൽക്ക് ഓഫ് മഗ്നീഷ്യവും ഈ മഗ്നീഷ്യം സോൾട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കാൽഷ്യം കാർബണേറ്റ് ആണ് നെക്സ്റ്റ് ആൻറ്റാസിഡ്. ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ദേ ആർ ക്യുക്ക് ബട്ട് പ്രൊലോങ്ഡ് ആക്ഷൻ ഉള്ള ഒരു ആൻറ്റാസിഡാണ്. ആൻഡ് ഇവരെ കാർബൺ ഡൈ ഓക്സൈഡും കാൽഷ്യവും ആയിരിക്കും ലിബറേറ്റ് ചെയ്യുന്നത്. കാൽഷ്യം ലിബറേറ്റ് ചെയ്യുന്നത് കാൽഷ്യം സോൾട്ട് ഫോം ചെയ്യും. കാൽഷ്യത്തിൻ്റെ കൂടെ വേറെ ഒരു സാധനം മൈൻഡ് ചെയ്ത് സോൾട്ട് ഫോം ചെയ്യും. അങ്ങനെ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടിയല്ലോ, ഇറ്റ് കോസസ് കോൺസ്റ്റിപ്പേഷൻ. അലൂമിനിയം കോസസ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞ പോലെ കാൽഷ്യം കൂടിക്കഴിഞ്ഞാലും കോസസ് കോൺസ്റ്റിപ്പേഷൻ, ഹൈപ്പർ കാൽസ്യമീയ. കാൽഷ്യം കുടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, റീബൗണ്ട് ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടാവും. കാൽഷ്യം കുടിക്കഴിഞ്ഞാൽ വീണ്ടും ഗ്യാസ്ട്രിൻ സെക്രീഷൻ കൂടും. ആൻഡ് പിന്നെ വരുന്നത് ചോക്കി ടേസ്റ്റ് ആയിരിക്കും കാൽഷ്യം കാർബണേറ്റിന്. ദെൻ പ്രൊലോങ്ഡ് ആക്ഷൻ എന്ന് പറയുമ്പം റീനൽ കാൽഷ്യം സ്റ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊലോങ്ഡ് യൂസേജ് വരുമ്പോഴത്തേക്കും കാൽഷ്യം കൂടുതൽ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിഡ്നി എലിമിനേറ്റ് ആക്കിക്കൊണ്ടിരിക്കണമല്ലോ കാൽഷ്യത്തിനെ. പ്രൊലോങ്ഡ് യൂസേജ് വരുമ്പോൾ റീനൽ കാൽഷ്യം സ്റ്റോൺസ് ഫോം ചെയ്യും. മിൽക്ക് ആൽക്കലി സിൻഡ്രോം, ഇവിടെ പറഞ്ഞിരുന്നു മിൽക്ക് ആൽക്കലി സിൻഡ്രോം എന്താണ്. ഈ കാൽഷ്യം, ഹൈപ്പർ കാൽസീമിയ, മെറ്റബോളിക് കാൽക്കുലോസ്, അതുപോലെ റീനൽ ഡിസ്ഫങ്ഷൻ ഒക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതേ സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. നോ ഡ്രഗ് ഇൻട്രാക്ഷൻ. ഈ അൻറ്റാസിഡ്സ് ഫോം കോംപ്ലക്സസ് വിത്ത് അയൺ, ടെട്രാസൈക്ലിൻ, ഡിജോക്സിൻ, ആൻറ്റിമലേറിയ, സൾഫോണമേഡ് ആൻഡ് റാനിറ്റിഡിൻ. ഇവരോടൊക്കെ ഈ ഡ്രഗ് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻറ്റാസിഡ്സ് കൊടുക്കുമ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രഗ് ഇൻട്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ എങ്ങനെ കൊടുക്കും, 2 hours ബിഫോർ ആൻഡ് 2 hours ആഫ്റ്റർ ഈ ഡ്രഗ്സ് കൊടുത്ത് 2 hours ബിഫോർ 2 hours ആഫ്റ്റർ ആയിരിക്കും അൻറ്റാസിഡ്സ് കൊടുക്കുന്നത്. നാം ഇൻ ഷോർട്ട് ഇപ്പോൾ പറഞ്ഞത്രയും പറയാണ്. ഡ്രഗ് യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസർ. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസേഴ്സ് ഉണ്ട്, അൾസർ പ്രൊട്ടക്റ്റീവ് ഉണ്ട്, ആൻറ്റി എച്ച് പൈലോറി ഡ്രഗ്സ്. ഇതെങ്ങനെ ഓർത്ത് വെക്കും, പെപ്റ്റിക് അൾസർ ആണല്ലോ, അൾസർ പ്രൊട്ടക്റ്റീവ് അപ്പോൾ യൂസ് ചെയ്യും. ആൻഡ് പെപ്റ്റിക് അൾസർ കോമൺ ആയിട്ട് എച്ച് പൈലോറി ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. സോ ആൻറ്റി എച്ച് പൈലോറി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പെപ്റ്റിക് അൾസർ എന്ന് പറയുമ്പോൾ എന്താ, HCl കൂടുതൽ സ്റ്റമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യണം. ഇതാണ് 4 സബ് ക്ലാസ്സസ്. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻഹിബിറ്റേഴ്സ് ആണ് H2 ആൻറ്റി ഹിസ്റ്റമിൻസ്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, ആൻറ്റി കോളിനർജിക്സ് ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ്. ഈ ഹിസ്റ്റമിൻസ് റിസപ്റ്റേഴ്സ് ഉണ്ട്, മസ്കാനിനിക് റിസപ്റ്റർ ഉണ്ട്, പ്രോട്ടോൺ പമ്പ് ഈ പാരറ്റൽ സെല്ലിലുണ്ട്. അതുകൂടാതെ പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കുറയും. എക്സെപ്റ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അനലോഗാണ്, അത് ഓർക്കണം. H2 ഹിസ്റ്റമിൻ ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ടിഡിൻസ് വരുന്നവരാണ്, സിമിറ്റിഡിൻ, റാനിറ്റിഡിൻ, റോക്സാറ്റിഡിൻ എക്സെട്ര. ആൻറ്റി കോളിനർജിക്സ് എന്ന് പറയുമ്പോൾ പൈരൻസെപ്പിൻ, ഓക്സിഫിനോണിയം, പ്രൊപ്പാൻഡലിൻ എക്സെട്ര. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ് പ്രസോൾസ് വരുന്നത്, മുപ്രസോൾ, പാൻഡോപ്രസോൾ, ലാൻസോപ്രസോൾ എക്സെട്ര. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗാണ് മിസോപ്രോസ്റ്റോൾ. ഗ്യാസ്ട്രിക് ആസിഡ് ന്യൂട്രലൈസേഴ്സ് എന്ന് പറയുമ്പോൾ സിസ്റ്റമിക് ഉണ്ട്, നോൺ സിസ്റ്റമിക് ഉണ്ട്. സിസ്റ്റമിക് ആണ് സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം സിട്രേറ്റ്. നോൺ സിസ്റ്റമിക് ആണ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അൾസർ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ സുക്രാൽഫേറ്റ് ആൻഡ് സോഡിയം ബിസ്മത്ത് സബ് സിട്രേറ്റ്, CBS. ദെൻ ആൻറ്റി എച്ച് പൈലോറി ഡ്രഗ്സ് ആണ് അമോക്സിസിലിൻ, ക്ലാരിത്രോമൈസിൻ, മെട്രോണിഡസോൾ.
ദെൻ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഈ ചാപ്റ്ററിൻ്റെ പറഞ്ഞത്. ഫസ്റ്റ് പെപ്റ്റിക് അൾസർ എന്തുകൊണ്ടുണ്ടാകുന്നത്? ഇംബാലൻസ് ബിറ്റ്വീൻ ആസിഡ് പെപ്സിൻ സെക്രീഷൻ ആൻഡ് മ്യൂക്കോസൽ ഡിഫെൻസ് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ്. നോർമലി 2.5 ലിറ്റർ പെർ ഡേ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് പെപ്റ്റിക് HCl. ആൻഡ് ഇത് എവിടെ നിന്ന് സെക്രീറ്റ് ആണെന്ന് പറയട്ടെ. സെല്ലിൽ നിന്ന് HCl-ഉം ഇൻട്രിൻസിക് ഫാക്ടറും സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ചീഫ് സെല്ലിൽ നിന്ന് പെപ്സിൻ സെക്രീറ്റ് ചെയ്യും. പറയറ്റൽ സെൽസിൽ 4 റിസപ്റ്റേഴ്സ് ഉണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസപ്റ്റർ, H2 റിസപ്റ്റർ, മസ്കാരനിക് റിസപ്റ്റേഴ്സ് ആൻഡ് G കാസ്റ്റിൻ റിസപ്റ്റർ. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസപ്റ്റർ PGE2-നും PGI2-നും ആണ് ഉള്ളത്. PGE2 ആൻഡ് PGI2 ഇറ്റ് കോസസ് വാസ്കുഡൈലേഷൻ ആൻഡ് ഡിക്രീസസ് ദി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. ആൻഡ് ഈ പറയറ്റൽ സെല്ലിനെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അസറ്റിൽകൊലിൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഹിസ്റ്റമിൻസ് ഓൾസോ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫാക്ടർ പ്രൊട്ടക്റ്റിംഗ് മ്യൂക്കോസ, അതായത് സ്റ്റൊമക്കിന് പെപ്റ്റിക് അൾസറിൽ നിന്നിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മ്യൂക്കസ് ഉണ്ട്, ബൈകാർബണേറ്റ്സ് ഉണ്ട്, ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ദെൻ ആൻറ്റാസിഡ്സ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഇൻഫെക്ഷൻസ് ഓഫ് സ്റ്റൊമക് മ്യൂക്കോസ വിത്ത് H. pylori ആർ അസോസിയേറ്റഡ് വിത്ത് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, പെപ്റ്റിക് അൾസർ ആൻഡ് ദെയർ റിക്കറൻസ്. Then antacids എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി എന്താ? ദേ ന്യൂട്രലൈസസ് ദി ഗ്യാസ്ട്രിക് ആസിഡ് ആൻഡ് ഇൻക്രീസസ് ദി pH. ഇൻക്രീസ് ചെയ്യുമ്പോൾ പെപ്റ്റിക് ആക്ടിവിറ്റി കുറയും. ആൻഡ് ന്യൂട്രലൈസസ് ദി ഗ്യാസ്ട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇത് റാപ്പിഡ് റിലീഫ് ആയിരിക്കും തരുന്നത്. പക്ഷേ ഇതിന് റീബൗണ്ട് ഹൈപ്പർ ആസിഡിറ്റി ഉണ്ട് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് ലെവൽ. ഗ്യാസ്ട്രിക് ലെവൽ എന്തുകൊണ്ടാണ് കൂടുന്നത്? pH കൂടുമ്പോൾ കൂടുതൽ HCl പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ കൂടുതൽ ഗ്യാസ്ട്രിൻ കൂട്ടും, ലെവൽ കൂട്ടും. സോ റീബൗണ്ട് ആയിട്ടുള്ള ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കും. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ റാപ്പിഡ് ഷോർട്ട് ആക്ടിംഗ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും, അബ്സോർബ്ഡ് ഫ്രം ദി ഇൻഡസ്റ്റൈൻ, ആൻഡ് ഇതിൻ്റെ സോൾസ് ആർ അബ്സോർബ്ഡ് ഫ്രം ഇൻഡസ്റ്റൈൻ ആൻഡ് കോസസ് സിസ്റ്റമിക് ആൽക്കലോസിസ് ആൻഡ് റീബൗണ്ട് ഹൈപ്പർ ആസിഡോസിസ്. ഹയർ ഡോസിൽ എന്തുണ്ടാക്കും? മിൽക്ക് ആൽക്കലി സിൻഡ്രോം ഉണ്ടാക്കും. ആൻഡ് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പർകാൽസീമിയ, മെറ്റബോളിക് ആൽക്കലോസിസ്, റീനൽ ഡിസ്ഫങ്ഷൻ. ദെൻ യൂസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ആക്ടിംഗ് ആണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് പോയ്സണിങ് വിത്ത് ആസിഡ് ഡ്രഗ്സ്, മെറ്റബോളിക് ആസിഡോസിസിനും. ദെൻ അലൂമിനിയം ഹൈഡ്രോക്സൈഡ്സ് ആണ് വേറെ ഡ്രഗ്സ്. അവർ സ്ലോ ആക്ടിംഗ് ആണ്. ആൻഡ് ദേ ആർ ദി പ്രൊട്ടക്റ്റീവ് കോട്ട് ഓവർ അൾസർ പ്രൊഡ്യൂസ് ചെയ്യും, ബട്ട് ദേ ആർ നോൺ അബ്സോർബ് ചെയ്യുന്നില്ല. സോ ദേ റിലാക്സസ് ദി സ്മൂത്ത് മസിൽ ആൻഡ് ഡിലേസ് ദി ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. ആൻഡ് ദേ ഓൾസോ ബൈൻഡ് വിത്ത് ഫ്രീ ഫോസ്ഫേറ്റ്. അങ്ങനെ ഹൈപ്പോ ഫോസ്ഫേറ്റീമിയ ഉണ്ടാകും ബിക്കോസ് ഫോസ്ഫേറ്റ്സ് ഒന്നും അബ്സോർബ് ആവുന്നില്ല. മഗ്നീഷ്യം സോൾട്ട് ആണെങ്കിൽ ദേ ആർ ഓസ്മോട്ടിക് ഇഫക്റ്റ് ഉള്ളവരാണ്, ഓസ്മോട്ടിക് പർഗേറ്റീവ്സ് ആണ്. സോ ദേ കോസസ് മൈൽഡ് ഡയേറിയ, കൂടുതൽ വെള്ളം എലിമിനേറ്റ് ആക്കും. മൈൽഡ് ഡയേറിയ ആൻഡ് റീബൗണ്ട് ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടാക്കും മൈൽഡ് ആയിട്ട്. ഇത് പ്രൊലോങ്ഡ് യൂസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരും? കൂടുതൽ മഗ്നീഷ്യം ബ്ലഡിൽ ഇറങ്ങും. അങ്ങനെ ഹൈപ്പർ മഗ്നീഷ്യമീയ വരും. ഇൻ കേസ് ഓഫ് റീനൽ ഡിസ്ഫങ്ഷൻ. ഇത് കൂടാതെ 2 മഗ്നീഷ്യം സോൾട്ട് ഡ്രഗും കൂടെ പഠിച്ചു, മഗാൾഡ്രേറ്റ് ആൻഡ് മിൽക്ക് ഓഫ് മഗ്നീഷ്യം. കാൽഷ്യം കാർബണേറ്റ് ആകുമ്പോൾ ദേ ആർ ക്വിക്ലി ആക്ടിംഗ് ആണ്, പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഉണ്ട്. പക്ഷേ കൂടുതൽ കാൽഷ്യം അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ റീനൽ കാൽഷ്യം സ്റ്റോൺസ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മിൽക്ക് ആൽക്കലി സിൻഡ്രോം ഉണ്ടാക്കാം. ദേ ലിബറേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്, അതുകൊണ്ട് തന്നെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. ദെൻ കാൽഷ്യം സോൾട്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാം, ഹൈപ്പർ കാൽസീമിയ ഉണ്ടാക്കാം. അതുകൂടാതെ റെഡ്യൂസ്ഡ് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കാം. ഇത് ചോക്കി ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഉണ്ടാകുന്നത്. ഡ്രഗ് ഇൻട്രാക്ഷൻ പറഞ്ഞത് ആൻറ്റാസിഡ്സിൻ്റെ കൂടെ ദേ ഫോം കോംപ്ലെക്സ് വിത്ത് അയൺ, ടെട്രാസൈക്ലിൻ, ഡിസോക്സിൻ, ആൻറ്റി മലേറിയൽ ഡ്രഗ്സ്, സൾഫോണമൈഡ്സ് ആൻഡ് റാനിറ്റിഡിൻസ്. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കും? 2 hours ബിഫോർ ഓർ 2 hours ആഫ്റ്റർ ദി ഡ്രഗ് ആൻറ്റാസിഡ്സ് കൊടുക്കും. ഇത് പാർട്ട് 1 വീഡിയോ ആയിരുന്നു. പെപ്റ്റിക് അൾസറിൻ്റെ പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. അതിൽ ബാക്കി സബ് ക്ലാസ്സസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടാവും. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.